ഹായ് ഹലോ. ഇന്ന് ഓട്സും ഗോതമ്പ് പൊടിയും ചേർത്ത് രണ്ട് തരത്തിലുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1 കപ്പ് ഓട്സ് എടുത്തു. അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരേ അളവിൽ ഗോതമ്പ് പൊടിയും ഓട്സ് പൊടിച്ചതും ഇടാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതെടുത്തു. ഒരു സവാളയുടെ പകുതിയാണ് ചെറുതായി അരിഞ്ഞത്. ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് അതിലേക്ക് ഇടാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് മാവ് തയ്യാറാക്കി എടുക്കാം. മാവ് തയ്യാറാക്കി ഒരു 10 മിനിറ്റിന് ശേഷമാണ് ദോശ ചുട്ടെടുക്കേണ്ടത്. പത്ത് മിനിറ്റിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. സവാളയൊക്കെ അരിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ മാവ് പരത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു വശം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ പുരട്ടി കൊടുക്കണം. അപ്പോൾ ദോശയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി അതുപോലെ തന്നെ ചുട്ടെടുക്കാം. മല്ലിയിലയൊന്നും ചേർക്കാതെ തന്നെ ഗോതമ്പ് പൊടിയും ഓട്സ് പൊടിച്ചതും ചേർത്ത് ദോശ ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഇത് രണ്ടും. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയും ഓട്സ് പൊടിച്ചതും ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മാവ് തയ്യാറാക്കി എടുക്കാം. ഓട്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ പല രീതിയിൽ ദോശ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും മാവ് കട്ടിയായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഇങ്ങനെയാണ് കലക്കി വെക്കേണ്ടത്. 10 മിനിറ്റിന് ശേഷം ചുട്ടെടുക്കാം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ അതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം. ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. അങ്ങനെ ആ ദോശയും റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് ദോശയാണ് ഇത് രണ്ടും. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഏത് ചമ്മന്തിയുടെ കൂടെ വേണമെങ്കിലും ഇത് കൂട്ടി കഴിക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്തും അരയ്ക്കാം. മുളക് പൊടിയോ ചുമന്ന മുളകോ ചേർത്തും അരച്ച് ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.